ഈ വർഷത്തെ ഏറ്റവും വലിയ ഫൈറ്റായിട്ടുള്ള ഖംസത്ത് വേഴ്സസ് DDP നടക്കാൻ ഇനി ഏതാനും ദിവസങ്ങളൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ അവസാനത്തെ കുറച്ച് ചിന്തകൾ, ഫൈറ്റിന് മുമ്പുള്ള കുറച്ച് ഫൈനൽ തോട്ട്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബൈ ദ വേ, ചാനലിനെ പറ്റി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു പരിധി വിട്ട് വളരത്തില്ലെന്നും എനിക്കറിയാം. മാത്രമല്ല, മോണ്ടേഴ്സൊക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ പോലും ഫിനാൻഷ്യലി വലിയ രീതിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാം. അത്ര ചെറുതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. പക്ഷേ ഈ ഒരു സ്പോർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് വീഡിയോസൊക്കെ. അന്നേരം നിങ്ങളുടെ സപ്പോർട്ടാണെല്ലാം. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് കൂടുതൽ വീഡിയോസും പെട്ടെന്ന് ചെയ്യാൻ തോന്നും. അന്നേരം പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അന്നേരം ഖംസത്ത് വേഴ്സസ് DDP. ഈ ഒരു ഫൈറ്റ് ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് ചോദിക്കുന്നുണ്ട്, ആര് ജയിക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഖംസത്ത് തന്നെ ജയിക്കുന്നതാണ്. ഇനിഷ്യൽ റൗണ്ട്സിൽ തന്നെ ഖംസത്ത് DDP ഫിനിഷ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ DDP ഒട്ടും കുറച്ച് കാണുന്നില്ല. ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഗൈൻ ഖംസത്ത് ജയിക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഈ 2020-21 മുതൽ ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ഷാഹുലും കൂടി, ഷാഹുൽ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ഖംസത്ത് ഫാനാണ്. കാര്യം ഞങ്ങൾ 2020-21 മുതൽ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഖംസത്ത് ഒന്ന് ചാമ്പ്യനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വന്ന നാൾ മുതൽ എവനാൾ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ എന്താ വെച്ചാൽ എന്താ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. അതായത് സ്കില്ലാണെങ്കിലും ക്രേസിനെസ് ആണെങ്കിലും. അന്ന് ഇതുപോലെ കുറേ മീംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കോണറും ഖബീബിനും കൂടെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഖംസത്ത് ആയതിന്. പിന്നെ ഖബീബ് റിട്ടയർ ആയപ്പോഴത്തേക്ക് ഖബീബ് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ആ ഗുഡ് പാർട്ടി ഇസ്ലാം മകാശയും ഈവിൾ പാർട്ടി ഖംസത്തുമായിട്ട് മാറി. അങ്ങനെ കുറേ മീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അന്ന് മുതൽ ഈ ഖംസത്തിൻ്റെ ഹൈപ്പ് ചില്ലറയൊന്നും ആയിരുന്നില്ല. അന്നേരം ഞാനും എൻ്റെ ഫ്രണ്ട് ഷാഹുലും കൂടി ഇതുപോലെ പറയായിരുന്നു, ഇവൻ എന്തായാലും ഉസ്മാനെ തോപ്പിക്കും, അത് കഴിഞ്ഞിട്ട് അടിസനെയും തോപ്പിക്കും, എന്നിട്ടൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഹെവിയിൽ പോയിട്ട് യാൻമൽ ഹോവിക്കിനെ തോപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇരുന്ന് പറയുമായിരുന്നു അന്ന്. മാത്രമല്ല, അന്നത്തെ ആ ഒരു ഹൈപ്പൊക്കെ വെച്ചിട്ട് ആ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണെങ്കിലും പെട്ടെന്ന് ഫിനിഷിംഗ് എബിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ക്രേസിനെസ് ആണെങ്കിലും ആ അലറി കൂവി ഓടി വരുന്നതും സെലിബ്രേഷനും ഐ എം കമ്മിങ് ഫോർ എവരിബഡി കിൽ എവരിബഡി ഈ സംഭവം ആണെങ്കിലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഭയങ്കര ഹൈപ്ഡപ്പായി. അന്നേരം കോർണർ കഴിഞ്ഞ് ഇനി അടുത്ത എവനാണ് എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ട്രിപ്പിൾ ചാമ്പ്യൻ പോയിട്ട് ചാമ്പ്യൻ പോലും ആയിട്ടില്ല. എന്തായാലും അവസാനം ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടുന്നൊരു അവസരമാണ്. എന്തായാലും ചാമ്പ്യൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഖംസത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മനസ്സിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖംസത്ത് റിട്ടയർ ആവുമെന്ന് ചെറിയൊരു റൂമർ ഉണ്ടായിരുന്നു. മറ്റേ കയോബ്രാഹോ ഖംസത്തിൻ്റെ ഫോർമർ ടീമേറ്റാണ്. അതായത് പുള്ളിക്കാരെ ഇതുപോലെ പറഞ്ഞു ഖംസത്ത് ഈ ബെൽറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ റിട്ടയർ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനങ്ങ് ഡള്ളായി. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫൈറ്റേഴ്സ് ഭയങ്കര ഈ വാട്ടിഫായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതായത് അവനിവിടെ വന്ന് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആയേനെ, പക്ഷെ അവൻ ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മറ്റേ സബീത് മഹമ്മദ് ഷെരീഫിൻ്റെ കാര്യം പറയത്തില്ലേ, കാരണം പുള്ളിയുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ US കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴേ ആൾക്കാർ പറയും സബീത്ത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയെന്ന്. അന്നേരം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അന്നേരം ഇത്രയും നല്ലൊരു ടാലൻ്റാണ്, പക്ഷേ നമ്മളത് കണ്ടില്ല എന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൊക്കായേവ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈ വെയിറ്റുള്ള ഒരാളാണ് മൊക്കായേവ്. മാത്രമല്ല ബാൻഡം വെയിറ്റിൽ പോയി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മൊക്കായേവ്. അന്നേരം എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിരുന്നു. പക്ഷേ UFC കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ UFCക്ക് പുറത്താക്കി. കാരണം ചെറിയൊരു തലതെറിച്ച ടൈപ്പാണ്. അതായത് ആ ഒരു മെനൽ കപ്പായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ മൊക്കായേവിനെ UFC കട്ട് ചെയ്തു. ഇപ്പം കരാട്ടെ കോമ്പാറ്റൊക്കെ പോയി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏതാണ്ട് റെസ്റ്റോറൻറ്റിലും കണ്ട് നിൽക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മൈറ്റി മൗസായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൊക്കായേവിൻ്റെ. അന്നേരം മൊക്കായേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ ടാലൻറ്റഡ് ആണ് ശരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഫ്ലൈ വെയിറ്റ് ഡിവിഷൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പാൻഡോജോ ഇത്ര ഒരു ഡൊമിനൻറ്റ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈ വെയിറ്റുകളിൽ ഒരാൾ ഇപ്പോഴും UFCക്ക് പുറത്താണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈ വെയിറ്റ് ഇപ്പോഴും UFCക്ക് പുറത്താണ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ ശരിക്കും ഭയങ്കര ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. എങ്ങനെയെങ്കിലും മൊക്കായേവിനെ കൊണ്ടുവരണം. അവൻ തലയെറിച്ചതോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ മൊക്കായേവിനെ അകത്ത് കൊണ്ടുവരണം, ഫൈറ്റ് ചെയ്യിപ്പിക്കണം. അന്നേരം തോറ്റ് കഴിഞ്ഞാൽ ഓക്കെ, അതവിടെ തീർന്നു. പക്ഷേ പിന്നെ ആ ഒരു വാട്ടിഫായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമാതിരിയാണ്. അത് ഈ ഖംസത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരാളായിരുന്നു. അന്നേരം ഇതുപോലെ ഒറ്റ ബെൽറ്റ് മാത്രം നേടിയിട്ട് പുറത്തു പോകുമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് ഇത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല DDP എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം DDP എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർ ചാമ്പ്യനാണ്. കാര്യം ആ ഒരു മിഡിൽ വെയ്റ്റ് ബെൽറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് DDP. ആ ഒരു ചാമ്പ്യൻ ഓറയാണെങ്കിലും ആ നല്ല വിൻസ്റ്റിക് ആണെങ്കിലും UFC അൺഡിഫീറ്റഡ് ആണ്, ഡൊമിനൻസ് ആണെങ്കിലും ആ പേഴ്സണാലിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു മിഡിൽ വെയ്റ്റ് ബെൽറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാമ്പ്യനാണ് ഡ്രാഗൺ ഡു പ്ലസി. അന്നേരം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഖംസത്ത് DDP തോപ്പിച്ചങ്ങ് പോകാമെന്ന് വെച്ചോ. അന്നേരം ഖംസത്ത് പോവുകയും ചെയ്തു, എന്നാൽ DDP തോക്കുകയും ചെയ്തു, ഇത്രയും നല്ലൊരു ചാമ്പ്യൻ തോക്കുകയും ചെയ്തു. അന്നേരത്തേക്ക് ആ ഒരു നമ്മുടെ ഗെയിമിന് അത്ര നല്ലൊരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഖംസത്ത് റിട്ടയർ ആവുന്നൊരു റൂമേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊന്ന് അതെന്ത് പരിപാടിയാണ് എന്നുള്ള രീതിയിലായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ പിന്നെ ഓക്കെ, ആരാണെങ്കിലും ജയിക്കട്ടെ, ഖംസത്ത് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയിലേക്ക് പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഖംസത്ത് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ആ ഒരു 3 ബെൽറ്റ് നേടാനുള്ള ആഗ്രഹം ഇനിയും ബാക്കിയുണ്ട്, അത് നേടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ ഒരു ഹങ്കർ, ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും മനസ്സിലുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതിനും ഖംസത്തിന് എന്തായാലും തിരിച്ച് വന്നിട്ട് ഈ ഒരു ഫൈറ്റ് ജയിച്ചിട്ട് ഒരു ട്രിപ്പിൾ ചാമ്പൊക്കെ ആവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല വെൽറ്റർ വെയ്റ്റിൽ 170 എങ്ങനെ മേക്കുമെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ ടീമിൻ്റെ കൂടെ അല്ലേ, പുതിയ ടീമിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും കാർഡിയോയുടെ കാര്യമാണെങ്കിലും ഒരുപാട് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാർഡിയോയിലാണ്. അവർ പുതിയ ഗെയിം പ്ലാനിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ DDP എങ്ങനെ തോപ്പിക്കണം ആ ഒരു ഗെയിം പ്ലാനിനെ കുറിച്ചും പറയുന്നില്ല. കാരണം എല്ലാവരും കംസത്തിൻ്റെ സ്കിൽസിൽ അങ്ങേയറ്റം കോൺഫിഡൻ്റ് ആണ്. അതിന് ഒരേ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് കാർഡിയോ മാത്രമാണ്. അന്നേരം അത് ഫിക്സ് ചെയ്യാൻ അവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതിനിപ്പം അർമാനാണെങ്കിലും മറ്റേ നമ്മുടെ ടീച്ചർ ദിൽഷ ആണെങ്കിലും എല്ലാം പറയുന്നുണ്ട് കംസത്തിൻ്റെ കാർഡിയോ എന്തായാലും സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പ്രൂവ് ആവും, കുറേയൊക്കെ ഡിഫറൻസ് കാണും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് ശരിക്കും ഒരു പോസിറ്റീവ് സൈനാണ്. അന്നേരം ആ ടീം എൻ്റയർലി ഫോക്കസ് ചെയ്യുന്നത് കംസത്തിൻ്റെ കാർഡിയോയിലാണ്. അന്നേരം അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ എപ്പോഴും DDPയുടെ ടീം എന്തായാലും ആ ഒരു സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് കംസത്ത് കുഴയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയത്തില്ല, ബട്ട് എങ്കിലും കംസത്തിൻ്റെ കാർഡിയോ കുറേക്ക് ഇമ്പ്രൂവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കംസത്തിൻ്റെ കാർഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു കാർഡിയോ ഇഷ്യൂ എന്നുള്ളതിനേക്കാളും കാർഡിയോ മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. അന്നേരം അതാണെന്നാണ് തോന്നുന്നത്. കാര്യം കംസത്ത് ഇതിന് മുമ്പ്, അതായത് ആ ഒരു കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ബാക്കി എല്ലാവരും ട്രെയിൻ ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ പോലും കംസത്ത് വീണ്ടും ആ ട്രെഡ്മില്ലിൽ കുറേ നേരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അന്നേരം ആ ഒരു കാർഡിയോ കംസത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കോവിഡും ബാക്കി ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് എല്ലാം കാരണം കംസത്തിൻ്റെ കാർഡിയോ കോംപ്രമൈസ് ആയതാണ് എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നല്ല കാർഡിയോ ഒക്കെ ആയിട്ട് ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നേനെ. അന്നേരം അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കംസത്ത് ബേസിക്കലി അൺസ്റ്റോപ്പബിൾ ആയേനെ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ആ ട്രിപ്പിൾ ചാമ്പ് ആവാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് വെൽറ്റർ വെയിറ്റിൽ എങ്ങനെ പോകും നമുക്കറിയത്തില്ല. കാരണം ഈ കംസത്തും DDPയും കൊണ്ടൊരു വീഡിയോ കണ്ടായിരുന്നു. ആദ്യമായിട്ട് അവരങ്ങോട്ട് കൊണ്ട് മീറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് കംസത്ത് നല്ല ഓക്കെ ആംഗിളുടെ കുറേയൊക്കെ ഉണ്ട്, ബട്ട് എങ്കിലും കംസത്ത് നല്ല ഹ്യൂജ് സൈസ്. അന്നേരം ഈ കംസത്ത് എങ്ങനെ 170 മേക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ ടീമിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു വെയിറ്റ് മേക്ക് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് കംസത്തിന് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം കംസത്ത് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ്ലി കംസത്ത് പറഞ്ഞായിരുന്നു, ഇപ്പം ഇസ്ലാം മഹാശി വെൽറ്റർ വെയിറ്റ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഇസ്ലാം മഹാശിനെ ഫൈറ്റ് ചെയ്യുന്നതിൽ കംസത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അന്നേരം എങ്ങനെയെങ്കിലും കംസത്തിന് വെയിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം വെൽറ്റർ വെയിറ്റിൽ ചാമ്പ്യൻ ആകാൻ പറ്റും, മിഡിൽ വെയിറ്റിൽ ചാമ്പ്യൻ ആകാൻ പറ്റും. എന്തായാലും ഈ ഒരു സ്കിൽ സെറ്റും വെച്ചിട്ട് എന്തായാലും അങ്കലാവിനെ തോപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്കലാവിന് കംസത്തിൻ്റെ കൂട്ട് റെസ്ലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം കംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ജനറേഷണൽ ടാലൻ്റാണ്. അന്നേരം കംസിന് എന്തായാലും 3 ബെൽറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്ങനെ വെയിറ്റ് മേക്ക് എന്നുള്ള കാര്യത്തിൽ വെൽറ്റർ വെയിറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ മഹാശേൻ്റെ കാര്യം പറയുമ്പോഴാണ് വേറെ കാര്യം ഓർത്തത്. കബീബ് കംസത്തിന് ചെറിയൊരു അഡ്വൈസ് കൊടുക്കുന്നത് കേട്ടു. DDPയുടെ കൂടെ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് നല്ലത്, റെസ്ൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്ട്രൈക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കാർഡിയോ ലേറ്റർ റൗണ്ട്സിലേക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ കംസത്ത് എന്തായാലും സ്ട്രൈക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ. ശരിക്കും അതൊരു നല്ല അഡ്വൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംസത്തിനെയും കംസത്താക്കുന്നത് ആ ഒരു റെസ്ലിംഗ് ആണ്. കംസത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നതും ആ ഒരു റെസ്ലിംഗ് ആണ്. കംസത്തിനെ ഏറ്റവും വലിയ ബീസ്റ്റ് ആക്കുന്നതും ആ ഒരു റെസ്ലിംഗ് ആണ്. ഓക്കെ, അന്നേരം അത് ചെയ്യേണ്ട, പകരം പോയി സ്ട്രൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംസത്തിൻ്റെ സ്ട്രൈക്കിംഗ് ഒട്ടും മോശമൊന്നുമല്ല. കംസത്തിൻ്റെ സ്ട്രൈക്കിംഗ് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഫൈറ്റ് ചെയ്യുന്നത് DDPക്ക് എഗൻസ്റ്റാണ്. കംസത്തിൻ്റെ ഗെയിമിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യമാണ് ഡിഫൻസീവ് ബോക്സിങ്. ഇപ്പോൾ ബാക്ക് ഫുട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കംസത്തിൽ നന്നായിട്ട് ഹിറ്റ് കിട്ടും. കമാർ ഉസ്മാൻ നന്നായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ കണ്ടേ. അന്നേരം അതുകൊണ്ട് തന്നെ DDPയുടെ കൂട്ടർ ബ്രോൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് കംസത്ത് സ്ട്രൈക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശം ഒരു പ്ലാനായി പോകും. കാരണം നമ്മൾ ബേൺസ് ഫൈറ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ്, കംസത്ത് ബ്രോൾ ചെയ്ത് നിന്നപ്പോഴത്തേക്ക് കംസത്ത് നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തു. അതിന് DDP എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രോളിങ്ങിൽ ഉസ്താദാണ്. അല്ല, DDPയുടെ കൂടെ നിന്ന് ബ്രോൾ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ, DDPയുടെ കൂടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എവിടുന്ന ഇടി വരുന്നതെന്ന് പറയാനും പറ്റത്തില്ല. എന്നാൽ DDPയെ പ്രോപ്പർലി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ആദ്യമേ തന്നെ ഈ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോയി കിട്ടും. കംസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറെക്കുറെ മേക്ക് ഓർ ബ്രേക്ക് ടൈപ്പ് ഗായിയാണ്. അതിന് ആ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ കംസത്ത് ഉദ്ദേശിച്ച രീതിയിൽ ഫൈറ്റ് പോയില്ലെങ്കിൽ കംസത്ത് ശരിക്കും മെൻ്റലി കുറച്ച് പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DDPയുടെ കൂടെയൊക്കെ ബ്രോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, ഹബീബ് പറയുന്ന പോലെ തന്നെ DDPയുടെ കൂടെ സ്ട്രൈക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കംസത്ത് തോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കംസത്ത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഏത് ഗെയിം പ്ലാനും കൊണ്ടാണ് വരുന്നത്, നമുക്ക് നോക്കാം. പിന്നെ ഈ ഹബീബും കംസത്തും അത്ര വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും അല്ല. അതല്ല, ഇപ്പോൾ കംസത്ത് ജയിച്ചു കഴിഞ്ഞാലും ബാക്കി ഡാഗിസ്ഥാനികൾക്കും കുറച്ച് പണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇനി വരുന്ന ആരൊക്കെയാണ്, ഇപ്പം കായോ വേഴ്സസ് ഇമോവോവ് ഉണ്ട്. ഇപ്പോൾ ഇമോവോവ് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫൈറ്റ് ചെയ്യേണ്ടത് കംസത്തിനെ. ഇമോവോവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാഗിസ്ഥാനി ഫ്രഞ്ച് ഫൈറ്ററാണല്ലോ. അന്നേരം എഗെയിൻ ഇമോവോവിനെ കംസത്ത് എന്തായാലും തോപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം വെൽറ്റർ വെയിറ്റിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ബൈ ചാൻസ് മഹാശയ അവിടെ ഉണ്ടെങ്കിൽ മഹാശയനെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇസ്ലാം മഹാശയനെ കംസത്ത് മിക്കവാറും തോപ്പിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു തേർഡ് ബെൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ ലൈറ്റ് ഹെവിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന നേരെ അങ്കലായവ്. അതായത് അങ്കലായവും ഡാഗിസ്ഥാനാണ്. അന്നേരം ശരിക്കും കംസത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു കുരിശാണ്. അതുകൊണ്ട് തന്നെ ഹബീബിന് ഇപ്പോൾ കംസത്തിനോട് പ്രത്യേകിച്ച് പരിഗണന തോന്നേണ്ട കാര്യമൊന്നുമില്ല. എനിവേ കംസത്ത് എന്തായാലും DDPയുടെ സ്ട്രൈക്കിൽ നിന്ന് കഴിഞ്ഞാൽ പണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ റണ്ണ് ഇവിടെ തീരുകയാണ്. കാര്യം രണ്ടുപേരും UFC അൺഡിഫീറ്റഡ് ആണ്. DDP ആണെങ്കിലും കംസത്ത് ആണെങ്കിലും. DDP എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു പക്ക പ്രോപ്പർ ചാമ്പ്യനാണ്. ആ ഒരു ബെൽറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതിൽ നല്ലൊരാൾ വേറെ ഇല്ല. എന്ന് വെച്ചാൽ DDP എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പം ഈ ഒരു ഫൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേര്
അബ്സല്യൂട്ട് പ്രൈമിൽ അബ്സല്യൂട്ട്ലി ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേര്, ഇത്രയും വലിയൊരു വിൻ സ്ട്രേക്ക്, 2 പേരും UFC അൺഡിഫീറ്റഡ്, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും എക്സ്ട്രീംലി റയറാണ്. കാര്യം ഇപ്പം നമ്മൾ ബാക്കി സൂപ്പർ ഫൈറ്റ്സിൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാലാണെങ്കിൽ ജോൺസിന് അസ്പിനാലിനെ ഫൈറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഇസ്ലാം മഖാശ വേഴ്സസ് ഇലിയ ടൊപ്പുരിയ, ഇസ്ലാം മഖാശിൻ്റെ ഇലിയ ടൊപ്പുരിയ ഫൈറ്റ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇലിയ ടൊപ്പുരിക്ക് ഇസ്ലാം മഖാശിനെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് പെട്ടെന്ന് UFC നടത്തുകയാണെങ്കിൽ ഇസ്ലാം മഖാശിനെ വലിച്ചുകൊണ്ട് വന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇലിയ വേഴ്സസ് അർമാൻ്റെ കാര്യമാണെങ്കിൽ ഇലിയക്ക് അർമാനെ ഫൈറ്റ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് ലെവൽ ഫൈറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റയറാണ്. ഇവിടെയാണ് ശരിക്കും ഡ്രൈഗസ് സ്പെഷ്യൽ ആവുന്നത്. കാര്യം ആ ഒരു സ്ട്രിക്ലൻഡ് ഫൈറ്റിന് മുമ്പ് പോലും ഡ്രൈഗസ് പറഞ്ഞു എനിക്ക് കംസിനെ ഫൈറ്റ് ചെയ്യണം എന്നിങ്ങനെ ഡ്രൈഗസ് പറയുന്നതായിട്ടായിരുന്നു. മാത്രമല്ല ശരിക്കും ഈ ഒരു ഫൈറ്റ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഡ്രൈഗസ് തന്നെയാണ്. കാര്യം ഡ്രൈഗസ് എപ്പോഴെങ്കിലും ഒരു വീക്ക്നെസ് കാണിച്ചിരുന്നെങ്കിൽ, അതായത് ഇപ്പം കംസിനെ ഫൈറ്റ് ചെയ്യണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും കംസത്ത് അബ്സല്യൂട്ട്ലി, അതായത് കംസത്ത് എന്തെങ്കിലും ജയിക്കും എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം DDPയുടെ ആ ഒരു കോൺഫിഡൻസ് ആണെങ്കിലും ആ ഒരു പറയുന്ന രീതിയാണെങ്കിലും ശരിക്കും ഹി ഡിസേർവ്സ് എ ഹൈഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് I want Hamza next. I think he deserves a hiding. I'm sure he's watching. Do you have a message for him? No. Stay out of the cold. ആ ഒരു കംസത്തിനെ കളിയാക്കുന്നതാണെങ്കിലും കംസിനെ എന്താ ഞാൻ തോപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടുമാണ് ശരിക്കും ഡ്രൈഗസിന് കംസിനെ തോപ്പിക്കോ എന്നൊരു ചിന്ത എല്ലാവർക്കും മനസ്സിൽ വരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡ്രൈഗസിൻ്റെ കോൺഫിഡൻസ് ആണ്. അതായത് അതൊക്കെ തന്നെ ശരിക്കും ഡ്രൈഗസിനെ നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഡിവിഷനിലെ ബൂഗിമാനാണ്. ആരും കംസിനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവാതിരിക്കുന്ന സമയത്താണ് ഈ ഡ്രൈഗസ് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കംസിനെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത്. അന്നേരം ജയിക്കോ തോക്കോ എന്തോ ആയിക്കട്ടെ, ഡ്രൈഗസ് ഒരു പ്രോപ്പർ ചാമ്പ്യനാണ്. ശരിക്കും അത് സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം സങ്കടമുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ റൺ ഇവിടെ തീരുകയാണ്, ഒരാൾ തോക്കും. അന്നേരം അത് ആരായിരിക്കും നമുക്കറിയത്തില്ല. മിക്കവാറും തോക്കുന്നത് DDP ആയിരിക്കും. എനിവേ മേ ദ ബെറ്റർ ഫൈറ്റർ വിൻ. എന്തോ ആവട്ടെ, എന്തായാലും നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.